ഹലോ, കാറ്റത്തേക്ക് ഉൾക്കൊണ്ട് ഇന്നത്തെ പ്രമോവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ദൂരെ ഒരു ട്രിപ്പിനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഹരീഷിനെ വിളിച്ച് പറയുന്നുണ്ട്, ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് താമസിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ രാത്രി ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വരാൻ ലേറ്റാവുമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വാതിൽ കുറ്റിയിടരുതെന്ന് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ വാതിൽ കുറ്റിയിടും. പിന്നെ പറയുന്നില്ല, ഞാൻ തുറന്നിട്ടേക്കാം, എനിക്ക് കിടന്ന് വിളിക്കാൻ വയ്യ, ശല്യം ചെയ്യും, അതുകൊണ്ട് ഞാൻ തുറന്നിട്ടേക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് രാത്രിയിൽ ഒരു ട്രിപ്പിന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ നികേഷ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. തൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പനിയൊക്കെ വന്നപ്പോൾ നോക്കിയത്, അങ്ങനെയൊക്കെ ഒരു സ്നേഹം, ആ ഒരു ഫീൽ തനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുഭാഷ് രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെയൊക്കെ ആഹാരം എല്ലാം കഴിച്ചു. ഈ ഒരു സമയത്ത് നിധി ഇങ്ങനെ പുറത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ ചോദിക്കുകയാണ്. അപ്പോൾ അത് സുധീഷ് ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഒരു പേടി. അതെന്താ മോളെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവനിഞ്ഞ് വന്നോളും. അപ്പോൾ പറയുകയാണ്, അതല്ല, ഇങ്ങനെ അച്ഛനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുകയല്ലേ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായാലും ഇഷ്യൂ ഉണ്ടായാലും എന്ന് വെച്ചിട്ടാണ് നിധിക്ക് വിഷമം. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, അയ്യോ ഏട്ടത്തി, ഞാൻ കാര്യം പറയാൻ വിട്ടു കേട്ടോ, സുധീഷിട്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. അതെന്തേ, അത് ട്രിപ്പ് ഇങ്ങനെ എന്തോ ഓട്ടം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴാണ് നിധിക്ക് കുറച്ച് സമാധാനമായത്. അപ്പോൾ ഞാനിരിക്കാം പറയുകയാണ്, ഞാനിവിടെ വാതിൽ തുറന്നിട്ട് വിട്ടുന്നോളാം, നിങ്ങൾ കയറി കിടന്നോളാനായിട്ട് പറയുന്നു സുഭാഷിൻ്റെ അടുത്ത്. അപ്പോൾ സുഭാഷിന്, വേണ്ട മോളെ, ഞങ്ങളിവിടെ വാതിലടയ്ക്കാറില്ല, ഞങ്ങൾ തന്നെ നോക്കണം, മോള് പോയി കിടന്നുറങ്ങിക്കോളാൻ പറയുകയാണ്. അങ്ങനെ നിധി റൂമിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നികേഷും ഹരീഷും കൂടെ മൊബൈലിരുന്ന് കോമഡി രംഗങ്ങളൊക്കെ കണ്ട് ചിരിക്കുകയും കളിക്കുകയൊക്കെ കാണുകയാണ്. അപ്പോൾ സുഭാഷ് വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട്, എപ്പോഴും ഒരു ഫോണാണ് നിർത്തി വയ്ക്കാനൊക്കെ പറയുന്നു. എന്നിട്ട് ഇത്രയും കൊണ്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് അവിടുന്ന് കോമഡി രംഗങ്ങളൊക്കെ കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹരീഷിൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കരുതൽ തോന്നുകയാണ് കേട്ടോ സുധീഷിൻ്റെ മേലെ. അപ്പോൾ നിധിയുടെ സംസാരം കേൾക്കുമ്പോൾ അതുപോലെ തന്നെ അങ്ങനെ കുറേ അവരിങ്ങനെ കിടന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്തേക്കും സുധീഷ് വരുവാണ്. വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാറ് വന്നിരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നിധി അവിടുന്ന് ഇറങ്ങി വരുവാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ കിടന്നില്ലായിരുന്നോ ചോദിക്കും. ഇല്ല, ഞാൻ സുധീഷിനെ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, കാരണം സുധീഷിന് കാത്തിരിക്കുന്നുണ്ട്. സുധീഷിന് മനസ്സിലൊരു സ്നേഹം, ആ ഒരു നിധിയുടെ സ്നേഹം മനസ്സിലാവുന്നു. അപ്പോൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഇങ്ങനെ അച്ഛനുമായിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നമായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇനി അതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതുകൊണ്ടാണ് ഞാൻ കാത്തിരുന്നത് ഒക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിധി പോയി കിടന്നോളാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ സുധീഷിനെ. അപ്പോൾ പറയുന്നു, കഴിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ സുധീഷ് പോയി കാലും കൈയൊക്കെ കഴുകിയിട്ട് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തേക്ക് ഇത്തിരി സ്നേഹവും ഇത് മറ്റേതാ എന്ന് വെച്ചാൽ പ്രേമം എന്നുള്ള രീതിയിൽ പറയുകയാണ് നികേഷും ഹരീഷും കൂടെ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നേ, പ്രേമോ? അല്ല, പറഞ്ഞത് ഏട്ടത്തി ഇപ്പോൾ പതിവില്ലാത്തോണം കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ കളിയാക്കാണ് സുധീഷിനെ. അപ്പോൾ സുധീഷിന് മനസ്സിൽ തോന്നുന്നുണ്ട്, ഈ ഒരു സംഭവത്തിന് ശേഷം അവളുടെ അച്ഛൻ എന്നെ ആക്രമിച്ചതിന് ശേഷം അവൾക്ക് എന്നോടൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ഇല്ലേ, അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കരുതലും ഒക്കെ കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹരീഷിൻ്റെ ആ ഒരു സ്നേഹിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ നീതു വന്നിട്ട് ഇതിൽ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് ഹരീഷിനോട് പറയുന്നുണ്ടായിരുന്നു നിധി. അപ്പോൾ പറയുന്നുണ്ട്, ഹരീഷ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നീതു ഇത്രയും പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് കാര്യങ്ങൾ തുറന്ന് പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹരീഷ് ഒന്ന് വിളിക്കാൻ പറയണം. അങ്ങനെ ഹരീഷിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്തും നീതു എടുത്തിട്ട് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസം നീ എന്നെ വിളിച്ചില്ലല്ലോ, നീ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചില്ലേ, അതിനുള്ള കാര്യങ്ങളൊന്ന് പിന്നീട് എന്നെ വിളിച്ചിട്ടോ തിരക്കിയിട്ടോ, അല്ലെങ്കിൽ എന്നോട് കാര്യങ്ങൾ എന്താ തുറന്ന് പറയാൻ പറ്റും. പിന്നെയും അങ്ങ് ദേഷ്യക്കണം കേട്ടോ. ദേഷ്യം വന്നിട്ട് പിന്നെയും ഹരീഷ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ നീതുവിൻ്റെ ആ ഒരു പ്രകൃതം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ബന്ധം തുടർന്ന് തന്നെ തെറ്റാണ്. എനിക്ക് ആകെ ടെൻഷനാണെന്നൊക്കെയാണ് ഹരീഷ് പറയുന്നത് കേട്ടോ. കാരണം എപ്പോഴും വഴക്കും രണ്ടുപേരും കൂടെ അടിയല്ല. അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുധീഷും ഹരീഷുമായിട്ട്
സംസാരിക്കുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട് ഇപ്പോൾ ഏട്ടത്തിക്ക് ഇത്തിരി സ്നേഹവും പ്രേമമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ നിധി ഇങ്ങനെ നിന്ന് തുണിയൊക്കെ അലക്കി വിരിക്കുന്ന സമയത്ത് സുധീഷ് അടുത്ത് ചെന്നിട്ട് ഇന്നലെ എന്നെ കാത്തിരുന്ന കാര്യവും അപ്പോൾ എന്നോട് സ്നേഹം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സ്നേഹമോ? അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രയും നേരം കാത്തിരുന്നത്, അല്ലാതെ ഇയാളുടെ കൂടെ സ്നേഹമൊന്നും കൂടിയിട്ടല്ല. ഇത് കേൾക്കുമ്പോൾ ഹരീഷും നികേഷും അവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. അവരിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ, സുധീഷിൻ്റെ പറച്ചിലും നിധിയുടെ മറുപടിയൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സന്തോഷകരമായ നിമിഷങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ഒരു പുതിയ കുഞ്ഞു ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.